സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. സിവിൽ സപ്ലൈസ് MD ആയിരുന്ന PB നൂഹ് IASനെ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. ഡോക്ടർ അശ്വതി ശ്രീനിവാസനാണ് പുതിയ സിവിൽ സപ്ലൈസ് MD. ശ്രീറാം വെങ്കിട്ടരാമനെ കൃഷി വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. സിവിൽ സപ്ലൈസ് MD ആയിരുന്ന PB നൂഹ് IASനെ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായാണ് നിയമിച്ചത്. KTDFCയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമെന്ന അധിക ചുമതലയും നൂഹിന് നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലാ വികസന കമ്മീഷണറായിരുന്ന ഡോക്ടർ അശ്വതി ശ്രീനിവാസനാണ് പുതിയ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയർപേഴ്സണും MDയും. വൈറ്റില മൊബിലിറ്റി ഹബ് MDയുടെ അധിക ചുമതലയും അശ്വതി ശ്രീനിവാസനാണ്. ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ശ്രീറാം വെങ്കട്ടരാമനെ കൃഷി വകുപ്പ് ഡയറക്ടറായാണ് പുതിയതായി നിയമിച്ചത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ MDയുടെ അധിക ചുമതലയും ശ്രീറാമിനാണ്. കൃഷി വകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ള IASനെ സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഓഫീസറുടെ അധിക ചുമതലയും ഇവർക്കാണ്. ഫിഷറീസ് വകുപ്പ് ഡയറക്ടറായ അബ്ദുള്ള നാസർ IASനെ കായിക യുവജനക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അധിക ചുമതലയും ഇദ്ദേഹത്തിനാണ്. പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായിരുന്ന ഷിബു IASനെ പോട്ടറി മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ MD ആയാണ് നിയമിച്ചത്. സുധീർ K IAS ആണ് പുതിയ ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് MD. പദ്ധതി നിർവഹകാര്യ ഡയറക്ടറായ മൂദ് ഷഫീഖ് IAS ആണ് പുതിയ സിവിൽ സപ്ലൈസ് കമ്മീഷണർ. അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ IAS, ഡോക്ടർ ഷർമിള മേരി ജോസഫ്, മുഹമ്മദ് ഹനീഷ്, ഡോക്ടർ K വാസുകി എന്നിവർക്കും സ്ഥാനക്കയറ്റമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.